കുട്ടികൾ മെസ്സേജ് അയച്ചൊരു കാര്യമായിരുന്നു, മിസ് SSLCയിലെ 3rd ചാപ്റ്റർ ഭയങ്കര ടഫാണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഓഡ് എക്സാം ക്വസ്റ്റ്യൻ അതിൽ നിന്ന് തന്നെ ആവട്ടെ. നോക്കിയേ, അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിതവും. ഇതിൽ എന്താണടാ ആദ്യം പഠിക്കാനുള്ളത്? നമുക്ക് ആൾജിബ്രായിക് ഫോം ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് ആണ് അല്ലെ, സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ്. എങ്ങനെയാ വരുന്നത്? xn is equal to dn plus f minus d ആണ്. xn എന്ന് പറയുന്നത് എന്താണ്? xn എന്ന് പറയുന്നത് nth ടേം ആണ് അല്ലെ. അതുപോലെ d എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസമാണ്. f എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, ആദ്യ പദമാണ്. d എന്ന് പറയുന്നത് നമ്മളുടെ കോമൺ ഡിഫറൻസ് തന്നെ. യെസ്, അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനാവോ? നോക്കിയേ, ഫൈൻഡ് ദ ആൾജിബ്രായിക് ഫോം ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ് 6, 10, 14 എക്സെട്ര 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടെത്താനാണ് നിങ്ങളോട് പറഞ്ഞത്. സിമ്പിൾ. xn is equal to എന്താണ്? dn പ്ലസ് എഫ് മൈനസ് ഡി ആണ് അല്ലെ. ഇതിൽ ആരൊക്കെയാ നമുക്ക് അറിയേണ്ടത്? നമുക്ക് അറിയേണ്ട ആൾക്കാർ എന്ന് പറയുന്നത് എഫും ഡിയും അറിയണം. എഫ് സിമ്പിൾ അല്ലെ, ആരാണ്? 6 ആണ് എഫ്. ഇനി എത്രയായിരിക്കും ഡി എന്ന് പറയുന്നത്? ഇത് നമുക്കറിയാം, 4 കൂടിയാ വരുന്നത്. 6നോട് 4 കൂട്ടി 10 ആയി, 10നോട് 4 കൂട്ടി 14 ആയി. അതായത് ഡി എന്ന് പറയുന്നത് 4 ആണ്. ദെൻ എന്തായിരിക്കും വരിക? ഡി എൻ, അതായത് 4n പ്ലസ് 6 മൈനസ് 4 അല്ലേ. അതായത് എന്തായിരിക്കും? 4n പ്ലസ് 2 ആയിരിക്കും. xn is equal to 4n പ്ലസ് 2, 4n പ്ലസ് 2. ഓക്കെ സെറ്റ്. അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഫൈൻഡ് ദ nth ടേം ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ് 8, 7, 6 എക്സെട്ര 8, 7, 6 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ n-ാം പദം കണ്ടുപിടിക്കുക. ഈ n-ാം പദം എന്ന് പറയുന്നത് ആരോ ആണെന്നാ വിചാരം. പക്ഷെ n-ാം പദം എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ ആൾജിബ്രായിക് ഫോം തന്നെയാണ്. xn എന്നല്ലേ n-ാം പദം എന്ന് പറയുന്നത് xn ആണ്. അതായത് xn കണ്ടുപിടിക്കാൻ, ആൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാൻ എന്നാ നിങ്ങളോട് പറഞ്ഞത്. എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? xn is equal to dn പ്ലസ് എഫ് മൈനസ് ഡി ആണ് അല്ലെ. ആരൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്? എഫ് എന്താണെന്ന് അറിയണം, ഡി എന്താണെന്ന് അറിയണം. എഫ് സിമ്പിൾ ആണ്, ആദ്യത്തെ പദം 8 ആണ് എഫ്. ഇനി ഡി എന്തായിരിക്കും? ഡി എന്ന് പറയുന്നത് എവിടെ നോക്കി? കുറഞ്ഞാ വരുന്നത്. സാധാരണ കൂടിയായിരുന്നു വരല്ലേ, 8, 7, 6. ഇത് കുറഞ്ഞാ വരുന്നത്. എത്രയാ കുറഞ്ഞു വരുന്നത്? 1 ആണ് കുറഞ്ഞു വരുന്നത്. അപ്പൊ എന്തായിരിക്കും? ഡി -1. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. കൂടി വരികയാണെങ്കിൽ പ്ലസ് ആയിരിക്കും ഉണ്ടാവുക. കുറഞ്ഞാ വരുന്നെങ്കിൽ എത്രയാ കുറയാ നോക്കുക, എന്നിട്ടൊരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ പരിപാടി. ഇനി നോക്കി, xn എന്തായിരിക്കും? ഡി എൻ, അതായത് -1 × n പ്ലസ് എഫ് മൈനസ് ഡി, 8 മൈനസ് -1. അതായത് എന്താ വരിക? -1 × n എന്ന് പറയുമ്പോൾ -n പ്ലസ് 8 മൈനസ് -8 എന്ന് പറയുമ്പോൾ എന്താ? 9 ആണ് അല്ലേ. -n പ്ലസ് 9, അല്ലെങ്കിൽ 9 - n എന്ന് എഴുതിയാലും നോ പ്രോബ്ലം. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? കമന്റ് ബിലോ.